ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ആതിര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ ദി ബോയ് 2 എന്ന മൂവിയുടെ കഥയാണ്. പാർട്ട് 1 നേരത്തെ ഈ ചാനലിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ പാർട്ട് 1 കാണാത്തവർ തീർച്ചയായും അത് കാണണേ. ഈ സിനിമയുടെ കഥയിലോട്ട് പോകുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ. നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം. Is this your new friend Ross? What are some of the things you talk about? The other families he's lived with. Want to take the doll away from him? Yes. It's just a whisper first. Something is happening to him. He knew your boy would find him. Love you, Mommy. I love you. ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു അമ്മയെയും മകനെയും കാണിക്കുന്നു. അവരുടെ അച്ഛൻ ബിസിനസ് മീറ്റിങ്ങിനായി പോയതിനാൽ വീഡിയോ കോൾ ചെയ്ത് വിശേഷങ്ങളൊക്കെ തിരക്കിയതിനു ശേഷം ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ഒരു അച്ഛനും അമ്മയും മകനും അടങ്ങുന്ന ഒരു ഹാപ്പിയായ ഫാമിലിയാണ് ഓപ്പണിംഗ് സീനിൽ കാണിക്കുന്നത്. മകന്റെ പേരാണ് ജൂഡ്. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ജൂഡിന്റെ ഫേവറേറ്റ് പാവയെ കയ്യിലെടുത്ത് അവനെ ഉറങ്ങാനായി കിടത്തി അമ്മ റൂമിലേക്ക് പോകുന്നു. അർദ്ധരാത്രി ആകുമ്പോൾ വീടിനുള്ളിൽ നിന്നും എന്തോ സൗണ്ട് കേട്ട് എന്താണെന്നറിയാൻ അമ്മ മകൻ ജൂഡിന്റെ റൂമിൽ വരുമ്പോൾ അവനെ അവിടെ കാണില്ല. ഈ രാത്രിയിൽ അവൻ എവിടെ പോയെന്നറിയാൻ അമ്മ വീട് മുഴുവൻ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് 2 പേർ വന്ന് അമ്മയെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് ജൂഡ് ഓടി വന്ന് ഒരു പേടിയും കൂടാതെ ആ സ്ട്രേഞ്ചേഴ്സിനെ തള്ളിയിട്ടതിനു ശേഷം വീടിനുള്ളിലെ എമർജൻസി അലാം ഓൺ ചെയ്യുന്നു. സോ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോലീസ് വരുമെന്ന് മനസ്സിലാക്കി അവർ അമ്മയുടെ തലയിൽ അവിടെ ഉണ്ടായിരുന്ന വെയിറ്റ് ഉള്ള ഒരു ബോട്ടിലെടുത്ത് അടിച്ച് നിലത്തിട്ടതിന് ശേഷം ഓടിപ്പോകുന്നു. അമ്മ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ജൂഡ് ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കാണിച്ച് അവിടെ സീൻ കട്ട് ചെയ്യുന്നു. ആ ഇൻസിഡന്റ് ജൂഡിനെ മെന്റലി അഫക്ട് ചെയ്യുന്നു. സോ അവൻ എല്ലാവരോടും സംസാരിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ മാറി തനിയെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഹീറോയിനും ജൂഡിനെ ഒരു ഡോക്ടറെ കാണിക്കുന്നു. അവന്റെ മനസ്സിലെ കാര്യങ്ങൾ അറിയാൻ ഡോക്ടർ പല കാര്യങ്ങളും അവനോട് ചോദിക്കുമെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ഒരു ബുക്കിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആരെന്ത് ചോദിച്ചാലും അവൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത് ബുക്കിൽ മറുപടിയായി എഴുതി കാണിച്ചാണ്. ഈ സ്വഭാവം മാറി അവൻ വാഗൊണ്ട് സംസാരിക്കാനും പഴയതുപോലെ എനർജറ്റിക് ആകാനുമാണ് ഹീറോയും അവനെ പല ഡോക്ടേഴ്സിനെ കൊണ്ട് കൺസൾട്ട് ചെയ്യിപ്പിക്കുന്നത്. ജൂഡിനെയും കൊണ്ട് ഈ വീട്ടിൽ നിന്നും കുറച്ചുനാൾ മാറി താമസിക്കുന്നത് അവനിൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കുമെന്ന് ഡോക്ടർ പറയുന്നു. ഡോക്ടർ പോയതിനു ശേഷം അവർ ഡിന്നർ കഴിച്ച് ഉറങ്ങാനായി കിടക്കുമ്പോൾ നമ്മുടെ മകൻ നോർമൽ ആകണമെങ്കിൽ നീ ആദ്യം നോർമൽ ആകണമെന്ന് ഹീറോ പറയുന്നു. കാരണം ആ ഇൻസിഡന്റിന് ശേഷം ഹീറോയിനും അത് നന്നായി ബാധിച്ചിരുന്നു. തനിയെ കിടക്കാൻ പേടിയാണ്, സോ ഞാനും നിങ്ങളുടെ കൂടെ കിടന്നോട്ടെ എന്ന് ജൂഡ് ഒരു പേപ്പറിൽ എഴുതി കാണിക്കുമ്പോൾ അവർ അവനെയും ഒരുമിച്ച് കിടക്കാനായി വരാൻ പറയുന്നു. ഹീറോയിൻ ഉറക്കത്തിൽ ആ ഇൻസിഡന്റ് വീണ്ടും സ്വപ്നമായി കണ്ട് പേടിച്ചുണരുന്നു. സോ തനിക്കും ഒരു ചേഞ്ച് വേണം, എങ്കിലേ മകനെയും പഴയതുപോലെ എനർജറ്റിക് ആക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി ഹീറോയും മകനെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് കുറച്ചുനാൾ എൻജോയ് ചെയ്യാനായി പോകുന്നു. സിറ്റി ലൈഫിൽ നിന്നും കുറച്ച് മാറി ഒരു ഗ്രാമപ്രദേശത്തെ വലിയ ബംഗ്ലാവിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ട അതേ ബംഗ്ലാവാണിത്. ഹീറോയിനെ കൊല്ലാനായി വന്ന ബ്രാഹംസ് ഉള്ള അതേ ബംഗ്ലാവ്. ആ ബംഗ്ലാവിനടുത്തായി ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെയാണ് ഹീറോയും മകനെയും കൊണ്ട് താമസിക്കാൻ പോകുന്നത്. അവിടെയെല്ലാം ചുറ്റിക്കാണാനായി ഹീറോയിനും മകനെ കൊണ്ടുവരുമ്പോഴാണ് ആ വലിയ വീട് കാണുന്നത്. ആ വീടിനുള്ളിൽ കയറി നോക്കാനായി ഹീറോയിനും പോകുമ്പോൾ ജൂഡ് പുറത്ത് തന്നെ നിൽക്കുന്നു. ജൂഡ് കാടിനുള്ളിലൂടെ നടക്കുമ്പോഴാണ് മണ്ണിനടിയിൽ ഒരു പാവ കിടക്കുന്നത് കാണുന്നത്. അവൻ ആ പാവ അവിടെ നിന്നും എടുക്കുന്നു. ഈ പാവയാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ട ബ്രാഹംസ്.
ഫസ്റ്റ് പാർട്ടിന്റെ എൻഡിങ്ങിൽ തകർന്നു പോയ പാവ ആരോ ഒട്ടിച്ചു വെക്കുന്നത് കാണിച്ചായിരുന്നു മൂവി അവസാനിച്ചത്. ഈ പാവയെ ഞാൻ വീടിനുള്ളിൽ കൊണ്ടുവന്നോട്ടെ എന്ന് ജൂഡ് ചോദിക്കുമ്പോൾ അച്ഛനും അതിന് സമ്മതിക്കുന്നു. ആ പാവയെ അവൻ കഴുകി ക്ലീൻ ചെയ്യുമ്പോഴാണ് അതിൽ നിന്നൊരു പേപ്പർ കിട്ടുന്നത്. ആ പേപ്പറിൽ നിറയെ റൂൾസ് ആണ് എഴുതിയിരിക്കുന്നത്. വീട്ടിൽ പുറത്തുനിന്നും ഗസ്റ്റുകൾ വരാൻ പാടില്ല, ഈ പാവയെ തനിയെ ഇരുത്തരുത്, കറക്റ്റായി 3 നേരവും ഫുഡ് നൽകണം, ഇൻ കേസ് അവൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം, പാവയെ കഥ പറഞ്ഞുറക്കണം, ഗുഡ് നൈറ്റ് പറഞ്ഞ് ഗുഡ് നൈറ്റ് കിസ്സും കൊടുക്കണം. ഇതൊക്കെയാണ് ആ പേപ്പറിലുള്ള റൂൾസ്. ഈ റൂൾസ് ഒക്കെ ഫസ്റ്റ് പാർട്ടിലും നമ്മൾ കണ്ടതാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ജൂഡ് പിയാനോ വായിക്കുന്നത് കണ്ട് നീ എന്താണ് ഇപ്പോൾ പിയാനോ വായിക്കുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ബ്രാഹംസ് പറഞ്ഞതിനാലാണ് ഞാൻ പിയാനോ വായിക്കുന്നതെന്ന് അവൻ പറയുന്നു. ആ പാവയ്ക്ക് നീ എന്ത് പേരാണ് വെച്ചിരിക്കുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ബ്രാഹംസ്ന്ന് അവൻ എഴുതി കാണിക്കുന്നു. നല്ല പേരാണല്ലോ, ഈ പേര് നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് അമ്മ ചോദിക്കുമ്പോൾ ആ പാവ തന്നെയാണ് ഈ പേരെനിക്ക് പറഞ്ഞു തന്നതെന്ന് അവൻ പറയുന്നു. ഇതൊക്കെ അവന്റെ കുട്ടിക്കളിയായി കണ്ട ഹീറോയും അതൊക്കെ ഒഴിവാക്കുന്നു. നമുക്ക് കാട്ടിലൂടെ നടന്നാലോ എന്ന് ജൂഡ് പേപ്പറിൽ എഴുതി കാണിക്കുമ്പോൾ ശരി ഓക്കെ വാ എന്ന് അവർ പറയുന്നു. അങ്ങനെ അവർ കാട്ടിലൂടെ പോകുമ്പോഴാണ് ജോസഫ് എന്നൊരാളെ മീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ്, ആ ബംഗ്ലാവ്, ഈ സ്ഥലങ്ങളെല്ലാം ഞാനാണ് നോക്കി നടത്തുന്നതെന്ന് ജോസഫ് അവരോട് പറയുന്നു. ഈ പാവയെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ജോസഫ് ചോദിക്കുമ്പോൾ കാടിനുള്ളിൽ നിന്നാണെന്ന് ഹീറോയിൻ പറയുന്നു. ഹീറോയിന്റെയും ജൂഡിന്റെയും ഒപ്പം വീട് വരെയും ജോസഫും വരുന്നു. ഹീറോയും അവയെ പരിചയപ്പെട്ടതിനു ശേഷം വീണ്ടും കാണാമെന്ന് പറഞ്ഞു പോകുന്നു. പക്ഷെ അവന്റെ ക്യാരക്ടർ വളരെ വിയേർഡായി തോന്നും. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ജൂഡ് റൂമിനുള്ളിൽ നിന്നും ആരോടും സംസാരിക്കുന്ന ശബ്ദം ഹീറോയിനും കേൾക്കുന്നു. അവൻ ആരോടും സംസാരിക്കാറില്ലല്ലോ, പെട്ടെന്ന് എങ്ങനെ അവൻ ആരോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നറിയാൻ അവർ വന്ന് നോക്കുമ്പോൾ ജൂഡ് ആ പാവയോടാണ് സംസാരിക്കുന്നത്. അവൻ സംസാരിക്കാൻ തുടങ്ങിയതിൽ അവർക്ക് വളരെ സന്തോഷമാകുന്നു. നീ ആ പാവയോട് സംസാരിച്ച് നിന്റെ മനസ്സിലെ പേടിയൊക്കെ മാറ്റി ഹാപ്പിയാകാൻ ഹീറോ പറയുന്നു. അത് തന്നെയല്ല, നാളെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് ഹീറോ പറയുമ്പോൾ ജൂഡ് അത് സമ്മതിക്കില്ല. ഹീറോ അവനോട് കാരണം ചോദിക്കുമ്പോൾ ബ്രാഹംസിന് ഇവിടെ ഗസ്റ്റ് വരുന്നത് ഇഷ്ടമല്ലെന്ന് അവൻ പറയുന്നു. ബ്രാഹംസ് എനിക്ക് തന്ന റൂൾസിൽ അതൊക്കെ ഉണ്ടായിരുന്നുവെന്നും അവൻ പറയുമ്പോൾ മോനെ അതൊരു പാവ മാത്രമാണ്, അതൊന്നും സാരമില്ല, നാളെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അന്ന് നൈറ്റ് കിടന്നുറങ്ങുമ്പോഴും ഹീറോയിൻ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുന്നു. സോ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് ജൂഡ് എന്ത് ചെയ്യുകയാണെന്നറിയാൻ അവന്റെ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവൻ ആ പാവയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നത് കണ്ട് സമാധാനത്തോടെ അവൾ വീണ്ടും റൂമിൽ വന്ന് കിടക്കുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂഡ് ആ പാവയുടെ റൂൾസൊക്കെ അമ്മയെ ഏൽപ്പിച്ച് ഇതൊക്കെ കറക്റ്റായി ഫോളോ ചെയ്യണമെന്ന് ബ്രാഹംസ് പറഞ്ഞെന്ന് പറയുന്നു. ബ്രാഹംസിനെ കിട്ടുന്നതിന് മുൻപ് അവൻ സ്നേഹത്തോടെ കൊണ്ടു നടന്നിരുന്ന ഒരു പാവയെ കുത്തിക്കീറിയ രീതിയിൽ ഹീറോയിന് കിട്ടുന്നു. ഇതാരാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഹീറോയിൻ ജൂഡിനോട് ചോദിക്കുമ്പോൾ അത് ബ്രാഹംസിന്റെ പണിയാണെന്ന് അവൻ പറയുന്നു. നീ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ഒരു പാവയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. നീയാണ് ചെയ്തതെങ്കിൽ അത് സമ്മതിക്കൂ, നീ പേടിക്കേണ്ട എന്ന് അമ്മ പറയുമ്പോഴും ജൂഡ് അവൻ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് കുറച്ച് നേരത്തിന് ശേഷം ഹീറോയിൻ ജൂഡിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവൾ ഡോർ ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടും ഡോർ ഓപ്പൺ ആകില്ല. സോ നീ എന്താണ് ജൂഡ് റൂമിനുള്ളിൽ ചെയ്യുന്നത്? വാതിൽ തുറക്കുന്ന അവൾ ചോദിക്കുമ്പോഴാണ് ജൂഡ് പുറത്തുനിന്നും ഹീറോയിന്റെ അടുത്തേക്ക് വരുന്നത്. നീ അല്ല ഈ റൂമിനുള്ളിലെങ്കിൽ ഇതിനകത്ത് ആരാണ്? പേടിയോടെ ഹീറോയിൻ വീണ്ടും ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോർ ഓപ്പൺ ആകുന്നു. അവൾ അകത്ത് കയറി നോക്കുമ്പോൾ ഉള്ളിൽ ബ്രാഹംസിന്റെ പാവ മാത്രമാണ് ഉള്ളത്. ഇതൊക്കെ കണ്ട് അവൾക്ക് വല്ലാത്ത ഡൗട്ട് തോന്നുന്നു. ഹീറോയിനും ജൂഡിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിനെ കോൾ ചെയ്ത് അവന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ആ പാവയെക്കുറിച്ചുമൊക്കെ പറയുന്നു. ഇതൊക്കെ നല്ല സിമ്പിളാണ് കാണിക്കുന്നത്. ആ പാവയ്ക്ക് അവന്റെ മനസ്സ് നോർമലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം അവൻ ടൈം സ്പെൻഡ് ചെയ്തോട്ടെ, തടയരുതെന്നും ഡോക്ടർ പറയുന്നു. ബട്ട് ആ പാവയുടെ മേൽ വളരെ ഡൗട്ട് തോന്നിയ ഹീറോയിൻ ആ പാവയെക്കുറിച്ചും ആ വീടിനെക്കുറിച്ചും ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കുന്നു. പഴയ തീപിടുത്തം, ബ്രാഹംസിന്റെ മരണം, ബ്രാഹംസിന്റെ പേരൻസിന്റെ മരണം, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയി അവൾ നെറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നു. ജൂഡ് ബ്രാഹംസിനൊപ്പം പുറത്തിരിക്കുമ്പോൾ ജോസഫ് അവന്റെ അടുത്ത് വന്ന് ഈ പാവയ്ക്ക് നീ പേര് വെച്ചോ എന്ന് ചോദിക്കുന്നു. ഞാനിതിനെ ബ്രാഹംസ് എന്നാണ് വിളിക്കുന്നതെന്ന് ജൂഡ് ഒരു പേപ്പറിൽ എഴുതി കാണിക്കുന്നു.
ജോസഫിനെ കണ്ട് നിങ്ങൾ എന്താണ് വന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ എൻ്റെ നായയെ കാണാനില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ നോക്കി വന്നതാണെന്ന് ജോസഫും പറയുന്നു. ഇവിടെ വന്നാൽ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ആ പാവയെയും എടുത്ത് ജൂഡിനെയും കൂട്ടി ഹീറോയിൻ വീടിനുള്ളിലേക്ക് പോകുന്നു. അന്ന് നൈറ്റ് കിടന്നുറങ്ങുന്നതിനിടയിൽ ഹീറോയിന് അവിടെ എന്തോ അമാനുഷിക ശക്തിയുടെ പ്രസൻസ് തോന്നുന്നു. സോ അവൾ ഒരു ടോർച്ചും എടുത്ത് ആ പാവയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിന്റെ വായിൽ നിന്നും എന്തൊക്കെയോ ജീവികൾ പുറത്തേക്ക് വരുന്നത് കണ്ട് അവൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവളുടെ ഹസ്ബൻഡ് ശബ്ദം കേട്ട് ഓടി വരുമ്പോൾ അവൾ നടന്ന കാര്യങ്ങൾ പറയുന്നു. ബട്ട് ഹീറോയ്ക്ക് അതത്ര വിശ്വസനീയമായി തോന്നാത്തതിനാൽ അവളെ സമാധാനപ്പെടുത്തി എന്തായാലും നമുക്ക് നാളെ മോർണിംഗിൽ സംസാരിക്കാം, വന്ന് കിടക്കെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു. ജൂഡിന്റെ കയ്യിലുള്ള ബുക്സ് എടുത്ത് ഹീറോയിൻ ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ അതിൽ ജൂഡ് വരച്ച ചിത്രങ്ങൾ അവൾ കാണുന്നു. ആ ചിത്രങ്ങളിലെല്ലാം ജൂഡ് തൻ്റെ അമ്മയെയും അച്ഛനെയും കൊല്ലുന്നതാണ്. ഇതൊക്കെ കണ്ട് തൻ്റെ മകന് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഇതൊക്കെ ആ പാവ മൂലമാകാമെന്ന് കരുതി ആ പാവയുടെ മേൽ അവൾക്ക് വലിയ ദേഷ്യമാകുന്നു. അന്ന് നൈറ്റ് അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രാഹംസിനും ഫുഡ് കൊടുക്കാൻ ജൂഡ് ഹീറോയിനോട് പറയുന്നു. അവൾ അതിന് സമ്മതിക്കില്ല. പിന്നെയും ജൂഡ് ബ്രാഹംസിന് ഫുഡ് കൊടുക്കാൻ പറയുന്നതിൽ ദേഷ്യം വന്ന ഹീറോയിൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. പെട്ടെന്ന് ഡൈനിങ് റൂമിൽ നിന്ന് സൗണ്ട് കേട്ട് ഹീറോയിനും ഓടി വന്ന് നോക്കുമ്പോൾ ഡൈനിങ് ടേബിളും ചെയറുമെല്ലാം ആരോ തകർത്തിട്ടിരിക്കുന്നതാണ് കാണുക. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ജൂഡിനോട് അവൾ തിരക്കുമ്പോൾ ബ്രാഹംസിന് ദേഷ്യം പിടിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ, അവന് ഫുഡ് കൊടുക്കാത്തതിനാൽ ദേഷ്യം വന്ന് ഇതൊക്കെ അവൻ തല്ലി തകർത്തതാണെന്ന് ജൂഡ് ഒരു പേപ്പറിൽ എഴുതി അവളെ കാണിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഹീറോയോട് പറയുമെങ്കിലും ഇപ്പോഴും അവൻ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകില്ല. അതിനെ ചൊല്ലി അവർ തമ്മിൽ വാക്കുതർക്കത്തിലാകുന്നു. ഈ സമയം കാടിനുള്ളിൽ നിന്നും ജോസഫ് അന്വേഷിച്ചു നടന്ന നായക്കുട്ടി വളരെ ക്രൂരമായി ചത്തുകിടക്കുന്നത് അയാൾ കാണുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ജൂഡിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായി ഹീറോയിനും അവൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ജനലൊക്കെ തുറന്നു കിടക്കുന്നത് അവർ കാണുന്നു. കൂടാതെ ജൂഡിനെയും ബ്രാഹംസിനെയും അവിടെ കാണില്ല. അത് തന്നെയല്ല, അവർക്ക് അവിടെ നിന്നും ഒരു ലെറ്ററും കിട്ടുന്നു. അതിൽ നിങ്ങൾ തീർച്ചയായും ആ റൂൾസ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികമാകും എന്നായിരുന്നു. ആ ലെറ്റർ കണ്ടു പേടിച്ച് അവർ ജൂഡിനെ അവിടെയൊക്കെ തിരയുമ്പോഴാണ് ആ ബംഗ്ലാവിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് ഹീറോയിൻ കാണുന്നത്. അവൾ ജൂഡിനെ തിരഞ്ഞ് ആ വലിയ വീടിനുള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് ചുവരിനടുത്തായി ഒരു സീക്രട്ട് പ്ലേസ് അവൾ കാണുന്നത്. ആ സീക്രട്ട് റൂമിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു റൂം അവൾ കാണുന്നു. ഓൾറെഡി ഈ സീക്രട്ട് റൂമിനെ കുറിച്ച് അവൾ ബ്രാഹംസിനെ പറ്റി നെറ്റിൽ തിരഞ്ഞപ്പോൾ കണ്ടിരുന്നു. സോ അതൊക്കെ സത്യമാണെന്ന് അവൾക്ക് കൺഫേം ആകുന്നു. ആ റൂമിനുള്ളിൽ ബ്രാഹംസിന്റെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോസ് ഉണ്ട്. ഇതൊക്കെ നോക്കിക്കൊണ്ട് അവൾ പേടിയോടെ നിൽക്കുമ്പോഴാണ് ജൂഡ് ബ്രാഹംസിന്റെ മാസ്ക് വെച്ച് അവളുടെ മുന്നിലേക്ക് വരുന്നത്. നീ എന്താണ് ചെയ്യുന്നത്? ആ മാസ്ക് റിമൂവ് ചെയ്യാൻ അവൾ പറയുന്നു. അവരുടെ ശബ്ദം കേട്ട് ഹീറോയും ജോസഫും ഹീറോയിന്റെ അടുത്തേക്ക് വരുന്നു. ആക്ച്വലി ഈ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് ഹീറോയിൻ ജോസഫിനോട് ചോദിക്കുമ്പോൾ ദ ബോയ് ഫസ്റ്റ് പാർട്ടിൽ നടന്ന കഥകളൊക്കെ ജോസഫ് അവരോട് പറയുന്നു. ഒരു പയ്യൻ ഈ വീടിനുള്ളിലെ ചുവരുകൾക്കിടയിൽ ഒരു സീക്രട്ട് റൂം ഉണ്ടാക്കി അതിനുള്ളിൽ 20 വർഷം ആരും അറിയാതെ ജീവിച്ചു. അതിനുശേഷം ഇവിടെ ബേബി സിറ്ററായി വന്ന ഒരു പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെ അവൻ അടിച്ചു കൊന്നെന്നും ബാക്കി 2 പേരെയും അവൻ കൊല്ലാൻ ട്രൈ ചെയ്തെങ്കിലും അതിന് കഴിയാത്തതിനാൽ അവൻ സൂയിസൈഡ് ചെയ്ത് മരിച്ചു പോയെന്നും ജോസഫ് അവരോട് പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ ഹീറോയിനും ജൂഡിന്റെ ഡോക്ടറോട് പറയുമ്പോൾ നിങ്ങൾ അവിടെ തനിയെ താമസിക്കുന്നതിലും നല്ലത് കുറച്ച് നാളത്തേക്ക് കുറച്ച് റിലേറ്റീവ്സിനെ കൂടി കമ്പനിക്ക് വിളിക്കുന്നതാണെന്ന് ഡോക്ടർ പറയുന്നു. സോ അവർ അവരുടെ ഫാമിലി ഫ്രണ്ടിനെയും കുടുംബത്തെയും വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആ ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ അവർക്ക് 2 മക്കളുമുണ്ട്. ഹീറോ അവരെ ഹാപ്പിയായി വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. കുട്ടികൾ പുറത്തേക്ക് കളിക്കാനായി പോകുന്നു. അവർ ഇൻവൈറ്റ് ചെയ്ത ഫാമിലിയിലെ കുട്ടിയായ ടോം ജൂഡിനെ വളരെ മോശമായ രീതിയിൽ കളിയാക്കുന്നു. ഒരു പാവിയെ മനുഷ്യനെ പോലെ കണ്ട് അവന്റെ കൂടെ ജീവിക്കുന്ന നിനക്ക് വട്ടാണ്, നീ വളരെ മോശപ്പെട്ടവനാണ് എന്നൊക്കെ ടോം പറയുന്നു. ഇത് കേട്ട് ജൂഡിന് വളരെ ദേഷ്യം വരുന്നുണ്ട്. ടോമിന്റെ സിസ്റ്റർ ജൂഡിനെ അങ്ങനെയൊന്നും പറയരുതെന്ന് ടോമിനോട് പറയുമെങ്കിലും ടോം അതൊന്നും മൈൻഡ് ചെയ്യാതെ അവന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് അവർ കളിക്കാനായി വെച്ചിരുന്ന മരക്കഷ്ണങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നു. അവൻ പൊട്ടിച്ചതിൽ ഒരു കമ്പ് വളരെ ഷാർപ്പാകുന്നു. അതിനുശേഷം ടോം അവന്റെ സിസ്റ്ററിന്റെ തൊപ്പി എടുത്തുകൊണ്ട് ഓടുമ്പോൾ അവന്റെ കയ്യിൽ നിന്നും തൊപ്പി തിരികെ വാങ്ങാൻ ജൂഡ് ശ്രമിക്കുന്നു. ഇതൊക്കെ വീടിനുള്ളിലിരുന്ന് കാണുന്ന ഹീറോയിന് കുട്ടികൾ തമ്മിൽ വഴക്കാണെന്ന് മനസ്സിലാകുന്നു. ജൂഡ് ടോമിന്റെ കയ്യിലിരുന്ന തൊപ്പിയിൽ പിടിച്ചുകൊണ്ട് ആ പാവയെ നോക്കുമ്പോൾ ആ പാവ ചെറുതായി അതിന്റെ തല തിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ടോം ആ തൊപ്പിയുമായി പുറകിലേക്ക് തെറിച്ചു വീഴുന്നു. അവൻ വീഴുന്നത് ആ ഷാർപ്പായിട്ടുണ്ടായിരുന്ന മരക്കഷ്ണത്തിന്റെ മുകളിലേക്കാണ്. ഇത് കണ്ട ഹീറോയിൻ താഴേക്ക് ഓടി വരുന്നു. പെട്ടെന്ന് തന്നെ ഹീറോയും ടോമിന്റെ അച്ഛനും അവനെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു.
ഞെട്ടിത്തരിച്ച ഹീറോയിൻ ജൂഡിനെ നോക്കുമ്പോൾ അവനും വളരെ ഭയത്താൽ നിൽക്കുന്നതാണ് കാണുന്നത്. ടോമിന്റെ അമ്മയും സിസ്റ്ററും അവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. സോ അതിനാൽ ഹീറോയിനും ജൂഡും ആ പാവയും മാത്രമാണ് ആ വീട്ടിലുള്ളത്. ആ പാവയെ ഇനി വീടിനുള്ളിൽ കയറ്റണ്ട എന്ന് പറഞ്ഞ് അതിനെ പുറത്തിരുത്തി ഹീറോയിനും ജൂഡിനെയും കൊണ്ട് വീടിനുള്ളിലേക്ക് വരുന്നു. ആ പാവ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സോ ഇനി നമുക്കതിനെ വേണ്ട എന്ന് ഹീറോയിൻ പറയുമ്പോൾ അവൻ ജനൽ വഴി ആ പാവയെ നോക്കി കരയുന്നു. കുറെ വർഷത്തിന് ശേഷം ജൂഡ് അവന്റെ അമ്മയോട് സംസാരിക്കുന്നു. അമ്മ പ്ലീസ് എന്നെ ആ പാവയുടെ അടുത്തേക്ക് വിടണം. ആ പാവയ്ക്ക് എന്നെയും കൂട്ടി ആ ബംഗ്ലാവിനുള്ളിൽ ജീവിക്കാനാണ് ഇഷ്ടം. എന്നെ ആർക്കും ആ പാവ വിട്ടുകൊടുക്കില്ല. ഞാൻ ആ പാവയെ ഉപേക്ഷിച്ചാൽ എൻ്റെ അമ്മയെയും അച്ഛനെയും ആ പാവ കൊല്ലുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഹീറോയിന് അവനെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തുന്നു. ഹീറോയിന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഡോക്ടറിനെ വിളിക്കുമെങ്കിലും അവർ കോൾ അറ്റൻഡ് ചെയ്യില്ല. സോ അതുകൊണ്ട് അവൾ ഹീറോയ്ക്ക് കോൾ ചെയ്ത് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ തിരക്കുമ്പോൾ ടോമിന് കുഴപ്പമില്ലെന്ന് ഹീറോ പറയുന്നു. ആ പാവയിലുണ്ടായിരുന്ന ഒരു സീരിയൽ നമ്പർ എടുത്ത് ആ പാവ എവിടെയാണ് മേക്ക് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ അവൾ ട്രൈ ചെയ്യുമെങ്കിലും അങ്ങനെ ഒരു പാവ ആരും നിർമ്മിച്ചതായി കണ്ടുപിടിക്കാൻ അവൾക്ക് കഴിയില്ല. സോ ആ പാവയുടെ പഴയ കഥകളൊക്കെ അവൾ വീണ്ടും നെറ്റിനുള്ളിൽ സെർച്ച് ചെയ്യുന്നു. ബ്രാഹംസ് ചെറിയ കുട്ടിയായിരുന്ന ടൈമിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പാവയാണ് അത്. ആ പാവ അവനോട് സംസാരിക്കാറുണ്ടെന്നും ആ പാവ പറഞ്ഞതാണ് ബ്രാഹംസിന്റെ കൂട്ടുകാരിയെ കൊന്നതെന്നും ബ്രാഹംസ് പണ്ട് പോലീസിനോട് പറഞ്ഞതായി അവൾ കാണുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ ഹീറോ വളരെ ടെൻസ്ഡ് ആയിരിക്കുന്നത് കണ്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ കാര്യം തിരക്കുന്നു. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അയാൾ ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ ആ ബംഗ്ലാവിന്റെ പേര് പറയുന്നു. ഓ, അവിടെ നിന്നാണോ വരുന്നത്? അത് ബ്രാഹംസിന്റെ കൊട്ടാരമല്ലേ എന്ന് അയാൾ പറയുന്നത് കേട്ട് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഹീറോ ചോദിക്കുന്നു. അയാൾ ബ്രാഹംസിനെ കുറിച്ച് പറയുന്നതും ഹീറോ നെറ്റിലൂടെ ബ്രാഹംസിന്റെ ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യുന്നതും ഒരുപോലെ കാണിക്കുന്നു. ആ കൊട്ടാരത്തിൽ ഒരു പാവയുണ്ടായിരുന്നു. ആ പാവ ഏതൊക്കെ വീട്ടിൽ ചെന്നാലും അവിടെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് സാധാരണമാണ്. ലാസ്റ്റായി ആ പാവയെ കിട്ടുന്നത് ആ ബംഗ്ലാവിൽ താമസിച്ചിരുന്ന ബ്രാഹംസ് എന്ന പയ്യനാണ്. ആ പയ്യൻ അവന്റെ ഫ്രണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തി. അതിന് അവൻ കാരണം പറഞ്ഞത് ആ പാവ തന്നോട് അവളെ കൊല്ലാൻ പറഞ്ഞതിനാലാണ് താൻ അവളെ കൊന്നതെന്നാണ്. ഈ പാവ ഇതിനു മുൻപ് പല ഫാമിലികളുടെ കയ്യിലും എത്തിയിരുന്നു. ആ ഫാമിലികളിലെല്ലാം കൊലപാതകങ്ങളും ആത്മഹത്യകളും നടന്നിട്ടുണ്ട്. ആ ഫാമിലികളിലുള്ള ഏതെങ്കിലും ചെറിയ കുട്ടികളുടെ കയ്യിലാകും ആ പാവ ഉണ്ടായിരിക്കുക. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആ കുട്ടികളോട് ചോദിച്ചാൽ ആ പാവ പറഞ്ഞതിനാലാണ് ചെയ്തതെന്നാണ് കുട്ടികൾ പറയുക. ആ പാവ ബ്രാഹംസിന് ശേഷം നിങ്ങളുടെ ബംഗ്ലാവ് നോക്കി നടത്തുന്ന ജോസഫിന്റെ കയ്യിലായിരുന്നു. സോ അതിനാൽ അവന് മെന്റൽ ഡിപ്രഷൻ ഉണ്ടാകുകയും കുറെ നാളുകൾ എവിടേക്ക് ഓടിപ്പോകുകയും ചെയ്തിരുന്നു എന്നും അയാൾ പറയുന്നു. എന്ത് ജോസഫോ എന്ന് ഹീറോ ഭയത്തോട് ചോദിക്കുമ്പോൾ അവിടെ സീൻ കട്ട് ചെയ്ത് ഹീറോയിൻ ആ പാവയെ ജനൽ വഴി നോക്കുമ്പോൾ അതിനെ അവിടെ കാണില്ല. അവൾ ഓടി വന്ന് ജൂഡിനെ അന്വേഷിക്കുമ്പോൾ അവനും മിസ്സിംഗ് ആണ്. അവൾ ജൂഡിനെ നോക്കി വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ജോസഫ് ഒരു ഗണ്ണുമായി വന്ന് അവളെ ഭീഷണിപ്പെടുത്തി ഒരു ചെയറിലിരുത്തുന്നു. അതിനുശേഷം ശരിക്കും എന്താണ് നടന്നതെന്ന് അയാൾ പറയാൻ തുടങ്ങുന്നു. അതായത് ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ടിൽ തകർന്നു പോയ ആ പാവയെ ആരോ റിപ്പയർ ചെയ്യുന്നതായി കാണിച്ചാണ് ഫസ്റ്റ് പാർട്ട് അവസാനിച്ചത്. ആ പാവയെ റിപ്പയർ ചെയ്ത് ശരിയാക്കിയത് ജോസഫ് ആയിരുന്നു. അതിനെ വീണ്ടും പഴയ രീതിയിലാക്കാൻ ആ പാവ തന്നോട് പറഞ്ഞെന്ന് അയാൾ പറയുന്നു. ഞാനത് അനുസരിച്ചു. ബട്ട് അതിനുശേഷം എനിക്ക് മെന്റലി കുറെ പ്രശ്നങ്ങൾ വന്നു. ആ പാവയ്ക്ക് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട്. അതൊക്കെ സാധിച്ചെടുക്കാതെ ആ പാവ ആരെയും വെറുതെ വിടില്ല. അതൊക്കെ സാധിച്ചേ തീരൂ എന്നയാൾ വളരെ ഭയാനകമായ രീതിയിൽ പറയുന്നു. വളരെ ഭയത്തോടെ എൻ്റെ മകൻ എവിടെയെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവൻ ബ്രാഹംസിനൊപ്പം ആ കൊട്ടാരത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് ജോസഫ് പറയുന്നു. പെട്ടെന്ന് ഹീറോയിൻ അടുത്തിരുന്ന മെഴുകുതിരിയെടുത്ത് അവന്റെ മുഖത്തടിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണുമെടുത്ത് ആ കൊട്ടാരത്തിനുള്ളിലേക്ക് പോകുന്നു. മകനെ പേരെടുത്ത് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൾ ആ സീക്രട്ട് റൂമിലേക്ക് ചെല്ലുമ്പോൾ ജൂഡ് ആ പാവയെയും എടുത്തുകൊണ്ട് ഒരു മാസ്കും ധരിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. ആ പാവ അവനെ അതിന്റെ വരുതിയിലാക്കിയെന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ വളരെ സോഫ്റ്റായി അവനോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ആ വീട്ടിലേക്ക് പോകാം. ആ പാവയും എടുത്തോ. ആ പാവയെ അതിന്റെ റൂൾസ് അനുസരിച്ച് തന്നെ നമുക്ക് കെയർ ചെയ്യാമെന്നും അവൾ പറയുമ്പോൾ ജൂഡ് ആ പാവയെ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അവൾ ആ പാവയെ മേടിക്കുന്ന അടുത്ത നിമിഷത്തിൽ തന്നെ ജൂഡ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗൺ മേടിച്ച് അവളെ പോയിന്റ് ചെയ്തതിനു ശേഷം ഇത് ജൂഡല്ല, ബ്രാഹംസ് ആണ് സംസാരിക്കുന്നത് എന്നവൻ പറയുന്നു.
നീ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ജൂഡിനെ നല്ല രീതിയിൽ കെയർ ചെയ്യാറില്ല. അവനെ നോക്കി നായെ കുറിച്ചപ്പോൾ നിങ്ങൾ അത് മൈൻഡ് ചെയ്തില്ല. ടോം ജൂഡിനെ മെന്റലി ടോർച്ചർ ചെയ്തിട്ടും നിങ്ങൾ ടോമിനെ വോൺ ചെയ്തില്ല. അത് തന്നെയല്ല, നിങ്ങളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കള്ളന്മാർ കയറിയപ്പോൾ അവനെ രക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടായില്ല എന്നൊക്കെ അവൻ പറയുന്നു. ഇത് കേട്ട് ശരിയാ, നീ പറയുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇനി മുതൽ ബ്രാഹംസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോളും, നമുക്കവനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നവൾ അവനെ കൂളാക്കാൻ പറയുമ്പോൾ അതിന്റെ സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. നിങ്ങൾ റൂൾസ് ബ്രേക്ക് ചെയ്തതിനാൽ ഇനി നിങ്ങൾക്ക് മറ്റ് ഓപ്ഷനുകളൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരെയും കൊന്നതിന് ശേഷം ഞാനും ജൂഡും ഇനി മുതൽ ഈ കൊട്ടാരത്തിൽ ജീവിക്കും എന്നവൻ പറയുന്നു. പെട്ടെന്ന് തന്നെ ഹീറോ പുറകിലൂടെ വന്ന് ഒരു ചുറ്റിക കൊണ്ട് ആ പാവയുടെ തല അടിച്ചു പൊട്ടിക്കുന്നു. അടുത്ത നിമിഷം തന്നെ ജൂഡിന് സ്വയം നില വന്ന അമ്മ എന്ന് പറഞ്ഞ് ഹീറോയിനെ കെട്ടിപ്പിടിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ച് ജോസഫും അവരുടെ അടുത്തേക്ക് വരുന്നു. എല്ലാം കഴിഞ്ഞിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ലെന്ന് ഹീറോയിൻ അയാളോട് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്ന് ജോസഫ് പറയുന്നു. പെട്ടെന്ന് ആ പാവ എഴുന്നേറ്റ് തല തിരിച്ച് ജോസഫിനെ വളരെ ഭയാനകമായ രീതിയിൽ നോക്കുന്നു. പെട്ടെന്ന് ജോസഫ് നിലത്തു നിന്നും പൊങ്ങി അടുത്ത് കത്തിക്കൊണ്ടിരുന്ന തീയിലേക്ക് വീണ് മരിക്കുന്നു. പേടിയോടെ ഹീറോയിൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ജൂഡിനെ കാണാതാകുന്നു. ജൂഡ് പഴയതുപോലെ തന്നെ ആ പാവയുമായി അവരുടെ അടുത്ത് നിൽക്കുന്നത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോയിനും നിൽക്കുമ്പോൾ ജൂഡ് ആ പാവയുടെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം സോറി ബ്രാഹംസ് എന്ന് പറഞ്ഞ് അതിനെ എടുത്ത് ആ തീയിലേക്കിടുന്നു. ആ പാവ തീക്കുള്ളിൽ കിടന്ന് കത്തി ഇല്ലാതാകുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹീറോയിൻ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ ജൂഡ് ഹാപ്പിയായി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. അവൻ വീണ്ടും നോർമലായി മറ്റു കുട്ടികളെ പോലെ സംസാരിക്കാൻ തുടങ്ങുന്നു. അന്ന് നൈറ്റ് അവർ ഹാപ്പിയായി ഇരുന്ന് ഡിന്നർ കഴിച്ചതിന് ശേഷം ഉറങ്ങാനായി കിടക്കുന്നു. ബെഡിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ജൂഡ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ബ്രാഹംസിന് മാസ്ക് വെച്ച് ആ പാവ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. ഇനി മുതൽ നമുക്ക് രണ്ടുപേർക്കും ഒരാളായി നിന്റെ അമ്മയും അച്ഛനും എൻ്റെ റൂൾസൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് വരെ ഇതുപോലെ തന്നെ ഹാപ്പിയായി ജീവിക്കാം എന്ന് പറയുന്നതായി കാണിച്ച് ഈ മൂവിയും അവസാനിക്കുന്നു. ആ പാവയിലുണ്ടായിരുന്ന നെഗറ്റീവ് എനർജി ഇപ്പോൾ ജൂഡിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് കാണിച്ചാണ് മൂവിയുടെ എൻഡിങ്. മേ ബി ഈ മൂവിയുടെ നെക്സ്റ്റ് പാർട്ടിൽ ആ പാവയ്ക്കുള്ളിൽ എങ്ങനെയാണ് ഒരു നെഗറ്റീവ് എനർജി വന്നതെന്ന് കാണിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ മൂവിയുടെ തേർഡ് പാർട്ടിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.